എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ ഒരു ഫുട്ബോളിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് പലർക്കും മനസ്സിലാകുന്നുണ്ടാവില്ല. കാരണം അങ്ങനത്തെ കുറച്ച് ഇൻസിഡൻസ് ആണ് കുറച്ച് കാലങ്ങളായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജൂൺ മാസത്തിൽ ക്ലബ് വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും യൂറോപ്യൻ ക്ലബ്സ് സിമ്പിളായിട്ട് വിജയിക്കുന്നുള്ള മത്സരങ്ങൾ പോലും ഇവിടെ നല്ല രീതിയിൽ തന്നെ കോമ്പറ്റീറ്റ് ചെയ്ത് കണ്ട് വിജയിക്കണ അൽ ഹിലാൽ, അതുപോലെ തന്നെ സൗത്ത് അമേരിക്കൻ സൈഡിൽ ഉള്ള ക്ലബ്ബുകൾ, അതുപോലെ തന്നെ ഈ ഒരു റാമോസിൻ്റെ ക്ലബിലേക്ക് നമ്മൾ കണ്ടു. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ടൂർണമെൻറ്റാണ് നമ്മളിപ്പോൾ ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിലൂടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഫിഫ ഉദ്ദേശിച്ചതെന്നുള്ളത് അതേമാതിരി തന്നെയാണ് ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിൽ കാണുന്നത്. അതായത് ഈ ഒരു നമുക്കറിയാം, ഈ ഒരു ബിഗ് ക്ലബ്സ്, കുറേ ബിഗ് ക്ലബ്സ് എന്നാണ് ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ക്ലബ്ബുകൾ ഉള്ളത് പറഞ്ഞാൽ യൂറോപ്യൻ ഭൂഖണ്ഡത്തിന് മാത്രമാണ്. യൂറോപ്പിലെ ഒരു ടീമിനൊന്ന് എതിർക്കാൻ വേണ്ടി, അതായത് യൂറോപ്പിൽ ചാമ്പ്യൻസ് ലീഗ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം വേൾഡ് കപ്പിന് തുല്യം എന്നാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. അതായത് അങ്ങനത്തെ ഈ ഒരു ഇതിനെ ഒന്നും കൂടി കോമ്പറ്റീഷൻ കൊടുത്തുങ്ങാണ്ട് ഈ ഒരു ലോകത്തെമ്പാടുമുള്ള ടീമുകളെ, ക്ലബ്ബുകളൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. കൂടാതെ ഈ ഒരു യൂറോപ്യൻ ക്ലബ്സ് എന്ന് പറയുമ്പം നമുക്കറിയാം, ഈ ഒരു ക്ലബ്സും ഈ ഒരു യൂറോപ്യൻ ക്ലബ്സും ഈ ഒരു വെളിയിലുള്ള ഈ ഒരു ഏഷ്യൻ ക്ലബ്സും സൗത്ത് അമേരിക്കൻ സൈഡൊക്കെ ഏറ്റുമുട്ടുന്നത് ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലായിരുന്നു. അതാണെന്നുണ്ടെങ്കിൽ അതിൽ ചുരുക്കം ചില മത്സരങ്ങളെ ഉണ്ടാകുള്ളൂ. ഏകദേശം സെമി ഫൈനൽ കളിച്ചാൽ തന്നെ യൂറോപ്യൻ സൈഡിൽ വേണമെങ്കിൽ ആ ഒരു കപ്പ് നേടിയെടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ടൂർണമെൻ്റാണ്. പക്ഷേ ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്. അതായത് ചാമ്പ്യൻസ് ലീഗിനെ പോലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളത് വരെ കുറേ കോണ്ടിനെൻറ്റിൽ നിന്നുള്ള വ്യത്യസ്ത ടീമുകൾ വന്നുങ്ങാണ്ട് ഒരു വ്യത്യസ്ത ക്ലബ്ബുകൾ തമ്മിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റുമുട്ടിങ്ങാണ്ട്, അപ്പം അങ്ങനത്തെ ഒരു ടൂർണമെൻ്റാണ് ഇപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിലിപ്പം ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ വരെ നടന്നിട്ടുണ്ടായിരുന്ന മത്സരങ്ങൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യത്തെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റയൽ മാഡ്രിഡ് എസ് അൽ ഹിലാൽ മത്സരമായിരുന്നു. അൽ ഹിലാലും റയൽ മാഡ്രിഡും 2 വർഷം മുന്നേ തന്നെ നല്ല രീതിയിലൊരു കോമ്പറ്റീഷൻ കാഴ്ചവെച്ചിട്ടുള്ള ഒരു ഇന്റർ കോണ്ടിനെന്റൽ കപ്പ്, അതായത് ഇപ്പോഴത്തെ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ സെമി ഫൈനലോ ഫൈനലിലെങ്ങാണ്ട് നല്ല രീതിയിൽ ഒരു പുഷ് ഈ ഒരു അൽ ഹിലാലിന് റയൽ മാഡ്രിഡിന് അന്നേ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സീസൺ എന്ന് പറയുമ്പോൾ അത് 1-1 ഡ്രോയിൽ അവസാനിപ്പിക്കാൻ, അത് കൂടാതെ ആ ഒരു കളിയിൽ അൽ ഹിലാലിൻ്റെ കളിയും റയൽ മാഡ്രിഡിൻ്റെ കളിയും കണ്ടാൽ അൽ ഹിലാൽ ഫാർ ബെറ്റർ ആണ്, നമ്മൾ ഒരു സംശയമില്ലാതെ പറയും. അങ്ങനത്തെ ഒരു ഫുട്ബോളായിരുന്നു അൽ ഹിലാൽ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഏഷ്യൻ്റെ അഭിമാനമാകാൻ ആ ഒരു കളിയിൽ അൽ ഹിലാലിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസാഗിൻ്റെ ഫസ്റ്റ് മത്സരമായിരുന്നു, അതുപോലെ തന്നെ സാബി അലോൺസോൻ്റെ ആ ഒരു ഫസ്റ്റ് ഗെയിം ആയിരുന്നു റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ ഒരു ഗെയിം 2 മാനേജേഴ്സിൻ്റെ ഫസ്റ്റത്തെ ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെച്ചത് അൽ ഹിലാലാണ്. പക്ഷേ റയൽ മാഡ്രിഡാണ് ആദ്യം സ്കോർ ചെയ്തൊക്കെ 1-1 ഡ്രോയിലാണ് ആ ഒരു മത്സരം അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു കളി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റാമോസിൻ്റെ ഹെഡിൽ ആ ഒരു ഇന്റർ മിലാനെ ഡ്രോ ആക്കിയ മത്സരമാണ്. ആ ഒരു കളിയും എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ കുറേ മത്സരങ്ങളുണ്ട്, എനിക്കിപ്പോൾ പലതും ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ ഒന്നുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർ മിയാമി എന്ന് പറയുന്ന ആ ഒരു മെസ്സിൻ്റെ ക്ലബ്ബ്, ആ ക്ലബ്ബ് നമുക്കറിയാം, ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ പല ആൾക്കാരും ഒരു വിൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ലാത്തൊരു ക്ലബ്ബായിരുന്നു ഇന്റർ മിയാമി. ആ ഒരു ഇന്റർ മിയാമിക്ക് പോർട്ടോക്കെതിരെ നല്ലൊരു വിജയം നേടിയെടുക്കാൻ ഈ ഒരു ടൂർണമെന്റിൽ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്ലബ് വേൾഡ് കപ്പിൽ. എന്താണോ ഫിഫ ഇതിലൊന്നും ഉദ്ദേശിച്ചത് അത് ഇപ്പോൾ ആ ഒരു ഔട്ട്കം ആയിട്ട് ഫിഫക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ഇത് കഴിയുമ്പോൾ, അതായത് ക്ലബ് വേൾഡ് കപ്പ് കഴിയുമ്പം ഏകദേശം ഈ ഒരു ഔട്ട്സൈഡ് യൂറോപ്പിലെ ക്ലബ്ബുകളൊക്കെ ഒന്നുകൂടി വില കൂട്ടി കാണേണ്ടി വരും. അങ്ങനത്തെ ഒരു ഇതാണ്. എസ്പെഷ്യലി ആ ഒരു സൗത്ത് അമേരിക്കൻ സൈഡിലത്തെ ക്ലബ്ബുകളൊക്കെ ചില്ലറക്കാരല്ല എന്നുള്ളത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ആ ഒരു ചെൽസിക്കെതിരെ നല്ലൊരു റിസൾട്ട് നേടിയെടുക്കാൻ ഈ ഒരു ഫ്ലമംഗോക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്നത്തെയാണ് കളി നടന്നിട്ടുണ്ടായിരുന്നത്. 3-1 ചെൽസിയാണ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ്. പക്ഷേ അവിടെ അത്രയും വലിയൊരു യൂറോപ്യൻ ക്ലബിനെതിരെ നല്ല രീതിയിൽ തന്നെ പൊസിഷനും കാര്യങ്ങളൊക്കെ, അതായത് ഒരു അക്കച്ചക്ക വിജയം എന്ന് പറയാൻ പറ്റണതിനുപരി നല്ലൊരു നെയ്തെടുത്തൊരു വിജയം എന്ന് പറയാം. അതായത് ആ ഒരു ഫിലിപ്പെ ലൂസിൻ്റെ അണ്ടറിലുള്ള ഫ്ലമംഗോ നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിലും കളിച്ചുകൊണ്ടിരിക്കുന്നത് പറയാം. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാത്ത കുറേ ടീമുകൾ യൂറോപ്പിലാണെന്നുണ്ടെങ്കിലും ഔട്ട്സൈഡ് യൂറോപ്പ് ആണെന്നുണ്ടെങ്കിലും കുറേ ബാക്കിയുണ്ട്. അങ്ങനത്തെ എടുത്ത് പറയേണ്ട കുറച്ച് ടീമുകളാണ് എസ്പെഷ്യലി ബാഴ്സലോണ, ലിവർപൂളും ഒക്കെ. ഈ ഒരു ടീമൊക്കെ എന്തുകൊണ്ടാണ് ക്വാളിഫൈ ആകാത്തതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ 2 സീസണത്തെ പെർഫോമൻസ് നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഈ സീസണത്തെ പെർഫോമൻസ് നോക്കിക്കൊണ്ടല്ല ക്ലബ് വേൾഡ് കപ്പിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ പരേഡ് വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 5 years ആയിട്ടുള്ള ആ ഒരു ചടങ്ങായിരുന്നു. അതാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ലിവർപൂളിൻ്റെ ആ കിരീടം 2019-20 സീസണിലാണെന്നുണ്ടെങ്കിൽ ലിവർപൂളിൽ ഈ ഇതിലേക്ക് കയറാൻ പറ്റും, അതായത് ചാമ്പ്യൻസ് ലീഗ് കിരീടം. പക്ഷേ സ്വാഭാവികമായിട്ടും അത് 18-19 ഒരു കിരീടം ലിവർപൂൾ നേടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലിവർപൂളിന് ഒരു ക്വാളിഫിക്കേഷൻ കിട്ടാതെ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പം ക്ലബ് വേൾഡ് കപ്പ് നടന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന് മനസ്സിലായത്? അതായത് കുറേ
ടീമുകളുണ്ട്. യൂറോപ്യന്മാരാവും കൂടുതൽ നല്ല പെർഫോമൻസ് കാണുന്നതാണ്. ഇപ്പൊ സ്റ്റില് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിലും യൂറോപ്യൻസിന് തന്നെയാണ് ആ ഒരു കപ്പടിക്കാനുള്ള ചാൻസ് കിടക്കുന്നത്. പക്ഷെ ഇതിലും നല്ലൊരു ബെറ്റർ പെർഫോമൻസ് കളിക്കാൻ കഴിയുന്നുള്ളത്, അതായത് ഇങ്ങനെയും ഈ ഒരു ടീമുകൾക്ക്, ഇങ്ങനത്തെ ടീമുകളും യൂറോപ്പിന് വെളിയിലുണ്ട് എന്നുള്ളത് എടുത്തു പറയാൻ സാധിപ്പിച്ചൊരു ടൂർണമെന്റ് ആകാൻ മാറിക്കൊണ്ടിരിക്കുകയാണ് ഫിഫ വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. എന്തായാലും കണ്ടറിയാം നമുക്ക് ഈ ഒരു ആരൊക്കെ ഉണ്ടാകും റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഔട്ട്സൈഡ് ദ യൂറോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ പറയാത്തൊരു മെയിൻ ഇത് എന്ന് പറയുന്നത്, അത് ഞാൻ ലാസ്റ്റിക്കിട്ട് പറയാൻ വെച്ചതാണ്. അതായത് ഈ ഒരു ഇന്റർ മിലാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ സീസണിൽ അല്ലെങ്കിൽ ഈ സീസണിൽ എന്താണ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിസ്റ്റ് ആണ്. ഈ ഒരു ഇന്റർ മിലാനൊന്നും കാര്യമായിട്ടുള്ള രീതിയിലൊന്നും എന്തും ചെയ്യാൻ കഴിയില്ല ക്ലബ് വേൾഡ് കപ്പിൽ. ഇന്നലെ ഏതോ ഒരു സൗത്ത് ആഫ്രിക്കൻ സൈഡിലുള്ള ക്ലബിനോട് 4-3 എങ്ങാണ്ടാണ് ഈ ഒരു ഇന്റർ മിലാൻ ജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നത്. അത്രയും ഇതാണ് ആ ഒരു ഇതെന്ന് പറയുന്നത് ഈ ഇന്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം. ഇനിയിപ്പോ ഈ ഒരു നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ അല്ലെങ്കിൽ ഈ സീസണിലെ ഫൈനലിസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ആരാണ്? PSG ആണ്. PSG ഒരു ക്ലബ് വേൾഡ് കപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ PSG ഫസ്റ്റ് കളി എന്ന് പറയുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ കംപ്ലീറ്റ് ആ ഒരു ഇത് പിടിച്ചെടുത്തുകൊണ്ട് നല്ലൊരു സ്കോറിനായിരുന്നു. 5-0 4-0 ഒരു ഇതിലായിരുന്നു ഈ ഒരു PSG ആ ഒരു സ്കോർ ലൈൻ കടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു PSG vs ആ ഒരു ബൊട്ടഫാഗോ എന്ന് പറയുന്ന ആ ഒരു ടീമായിട്ട് കണ്ട് ഒരു കളി ഉണ്ടായിരുന്നു. അതായത് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് vs സൗത്ത് അമേരിക്കത്തെ കോപ്പ ലിബർട്ടഡോറസ് വിന്നേഴ്സ് ആയിരുന്നു. അതായത് 2 കോണ്ടിനെന്റൽ വിന്നേഴ്സ് ആണ് ഈ ഒരു മത്സരത്തിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഒരു ബൊട്ടാഫോക്ക് ഈ ഒരു ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സിനെ തളക്കാൻ 1-0 എന്നുള്ള സ്കോറിന് 36ാമത്തെ മിനിറ്റിൽ അവർ അടിച്ച ഒരു ഗോളിന് അവർ ആ ഒരു കളി മൊത്തത്തിൽ നല്ല രീതിയിൽ പിടിച്ചു നിന്ന് നല്ലൊരു ഡിഫൻസീവ് മാസ്റ്റർ ക്ലാസ് കാഴ്ചവെച്ചുകൊണ്ട് ആ ഒരു മത്സരം വിജയിക്കണം നമ്മൾ കണ്ടു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ കുറെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ കാണാനും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ടൂർണമെന്റ് ആണ് ഈ ഫിഫ ക്ലബ് വേൾഡ് കപ്പ്. പല ആൾക്കാർക്കും ഇതൊരു വേസ്റ്റ് ടൂർണമെന്റ് ആയിട്ട് തോന്നാം. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ തോന്നിയേക്കാം. കാരണം അല്ലെങ്കിൽ തന്നെ പ്ലേയേഴ്സ് കൂടുതൽ മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ സീസണിലെ ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ആണ്, അടുത്ത സീസണിൽ ഈ ഒരു ടൈമിൽ നടക്കാൻ പോണ ഫിഫ വേൾഡ് കപ്പാണ്. അങ്ങനെ അതിന്റെ പിറ്റത്തെ സീസണിൽ കോപ്പ അമേരിക്ക, അങ്ങനെ ഈ ഒരു വെക്കേഷൻ ടൈമിൽ പല ടൂർണമെന്റ്സും കൊണ്ടുകാണ്ട് പ്ലേയേഴ്സിനെ ഇതാക്കാൻ നിൽക്കുന്നെങ്കിൽ പോലും നമ്മളെ പോലത്തെ ഈ ഒരു ഏഷ്യൻ സൈഡിലും അങ്ങനെ അണ്ടർ ജയൻസ് ആയിട്ട് കഴിയുന്നവരൊക്കെ അവർക്കൊക്കെ ഒന്ന് ഉയർത്തി എഴുന്നേൽക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ ഒരു ഫിഫ ക്ലബ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം വേൾഡ് കപ്പിൽ വരുമ്പോഴാണ് നമ്മൾ ജപ്പാനും സൗത്ത് കൊറിയനൊക്കെ നല്ല രീതിയിൽ ഒരു കളി കാണല്. അതേമാതിരിക്കത്തെ ഒരു പെർഫോമൻസ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ക്ലബ്ബ് തലത്തിൽ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൂർണമെന്റ് തന്നെ വേണം. അതിന് ഫിഫ തന്നെ വിചാരിക്കണം. അതാണ് ഇതിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.